ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ 20 വർഷം തടവ് ശിക്ഷ ശരിവെച്ച അപ്പീൽ കോടതി. റഹീമിന്റെ ശിക്ഷാ കാലയളവ് കൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ കോടതി തള്ളി. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, റഹീമിന്റെ മോചനത്തിനായി ആ ഉമ്മയും നാട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഈ വിവരം അല്ലെങ്കിൽ ഈ കോടതിയുടെ അപ്പീൽ ശരിവെച്ചുകൊണ്ടുള്ള ആ ഒരു വിവരം വളരെയധികം ആശ്വാസകരമാണ്. എന്താണ് കോടതി ഇക്കാര്യത്തിൽ പറയുന്നത്? പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഏതു രീതിയിലായിരുന്നു? സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന് കീഴ്ക്കോടതി വിധിച്ച 20 വർഷത്തെ തടവ് ശിക്ഷ ശരിവെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ അപ്പീൽ കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മെയ് 26-ാം തീയതിയാണ് 20 വർഷത്തെ തടവിന് വിധിച്ചുകൊണ്ടുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ശിക്ഷ കൂട്ടണമെന്ന ആവശ്യമാണ് പബ്ലിക് പ്രോസിക്യൂഷൻ മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അപ്പീൽ കോടതി സിറ്റിംഗ് കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ നിലവിലെ വിധി ശരിവെക്കുകയാണ് അപ്പീൽ കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ജയിലിൽ 19 വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും അത് കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറയുന്നുണ്ട്. റഹീമിന്റെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ കുടുംബ പ്രതിനിധി അടക്കം ഓൺലൈനായി കോടതിയിൽ ഹാജരാവുകയായിരുന്നു. കീഴ്ക്കോടതി വിധി ഈ ശരിവെച്ച അപ്പീൽ കോടതിയുടെ വിധിയെ ആശ്വാസകരമായിട്ടാണ് കുടുംബം അതിനെ സമീപിച്ചിരിക്കുന്നത്. ആശ്വാസകരം എന്നുള്ള നിലയിലാണ്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ നിയമസഹായ സമിതിക്ക് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ റഹീമിന്റെ മോചനം ഉണ്ടാകുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.